അപ്പം നമ്മൾ പ്രിഫറൻസ് ഷെയറിൻ്റെ പല വിഭാഗങ്ങളാണ് നോക്കിയത്. അതിൽ നമ്മൾ ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റിംഗ്, റെഡീമബിൾ, പിന്നെ കൺവേർട്ടബിൾ. അപ്പോൾ ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, റെഡീമബിൾ, ഇർറെഡീമബിൾ, പിന്നെ കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ, ഇങ്ങനെ 4 ടൈപ്പും അതിൻ്റെ ഓപ്പോസിറ്റും, അങ്ങനെ മൊത്തം 8 തരം പ്രിഫറൻസ് ഷെയർ നിലവിലുണ്ട്. 8 തരം പ്രിഫറൻസ് ഷെയർ നിലവിലുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം പ്രിഫറൻസ് ഷെയർ എത്ര തരമുണ്ട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ 8 തരത്തിൻ്റെയും പേര് എഴുതണം, അല്ലെങ്കിൽ പിന്നെ വായും പൊളിച്ചിങ്ങനെ എക്സാമിനേഷൻ ഹാളിൽ ഇരുന്നുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പം അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഞാൻ ഈ ചോദിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും, മനസ്സിലായല്ലോ. അത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. വേണ്ടവർക്ക് ശ്രദ്ധിക്കാം, എല്ലാവരും ശ്രദ്ധിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഇനി വേണ്ടാത്തവർ ശ്രദ്ധിക്കേണ്ട എന്നുള്ള ഒരു നെഗറ്റീവ് ഒരു മെൻറ്റാലിറ്റി ഞാൻ ഉണ്ടാക്കുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി പോകണം. ഓക്കെ, ഇനി നമുക്കുള്ളത് പ്രിഫറൻസ് ഷെയറിൻ്റെ ഗുണങ്ങളാണ്. മെറിറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്തൊക്കെയാണ് പ്രിഫറൻസ് ഷെയറിൻ്റെ ഗുണങ്ങൾ? 1-2 ഗുണങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടായിരിക്കും. എന്ത്? ഏറ്റവും ആദ്യം ഒരു കമ്പനിയുടെ ഡിവിഡൻറ്റിൽ ആദ്യം ഡിവിഡൻറ്റ് കിട്ടുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓക്കെ, പിന്നെ ആദ്യം ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്നതും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഇത് 2 ഗുണങ്ങളാണ്, മനസ്സിലായല്ലോ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ഡിവിഡൻറ്റ് ഫസ്റ്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ക്യാപിറ്റൽ ഫസ്റ്റ് വെൻ ദ കമ്പനി when the company goes on winding up. ഓക്കെ, അപ്പോൾ അത് 2. പിന്നെ പ്രിഫറൻസ് ഷെയറിന് വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്ത കാരണം കമ്പനിയുടെ മാനേജ്മെൻറ്റ് കൺട്രോളിലൊന്നും ഇവർ ഇടപെടില്ല. കമ്പനിയെ സംബന്ധിച്ചൊരു ഗുണമാണ്. ആസ് എ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്, ദേ വിൽ നോട്ട് അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്ത കാരണം ദേ വിൽ നോട്ട് ബി ഇൻഡൾജ്, അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ദേ വിൽ നോട്ട് ഇൻ്റർപ്രറ്റ് ദ മാറ്റേഴ്സ് ഓഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച ഒരു ഗുണമാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് ഗുണമാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആളുകൾക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്ത കാരണം അവർ ആ കമ്പനിയുടെ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. കമ്പനിയെ സംബന്ധിച്ചുള്ള ഗുണമാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഗുണങ്ങൾ നമ്മൾ ആദ്യം 1-2 പറഞ്ഞു. ആദ്യം ഡിവിഡൻറ്റ് കിട്ടും, ആദ്യം ക്യാപിറ്റൽ തിരിച്ചു കിട്ടും. കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഒരു കാര്യത്തിൽ ഇടപെടാത്ത കാരണം, വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്ത കാരണം കമ്പനിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഇവരെല്ലാത്തിലും കയറി ഇടപെടില്ല. ഓക്കെ, അതുപോലെ പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻറ്റ് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അല്ല. ഓക്കെ, അപ്പോൾ കമ്പനി ഡിവിഡൻറ്റ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ ഇവർക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിവിഡൻറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അല്ല. അതുകൊണ്ട് കമ്പനിക്ക് ഫിനാൻഷ്യൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് എൻഹാൻസ് ചെയ്യാൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കഴിയും. കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് എൻഹാൻസ് ചെയ്യാൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ കമ്പനിക്ക് എന്തെങ്കിലും എക്സസ് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നോർമൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊന്നും അതിൻ്റെ ആനുകൂല്യം കിട്ടില്ല, മനസ്സിലായല്ലോ. പക്ഷേ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും, ബാക്കിയുള്ളവർക്കൊന്നും അതിൻ്റെ ആനുകൂല്യം കിട്ടില്ല. ഓക്കെ, അതുപോലെ ഷെയർ ഹോൾഡറെ സംബന്ധിച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഡിവിഡൻറ്റ് കിട്ടുന്നത് അയാൾക്ക് ഗുണകരമാണ്. ഓക്കെ, അതുപോലെ ഈ പ്രിഫറൻസ് ഷെയർസ് ഇറക്കുന്ന സമയത്ത് നമ്മൾ യാതൊരു തരത്തിലുള്ള അസറ്റ് മോർഗേജ് ചെയ്യാത്ത കാരണം കമ്പനിയെ സംബന്ധിച്ച് അതൊരു ഗുണമാണ്. എന്നുവെച്ചാൽ പ്രിഫറൻസ് ഷെയർസ് ഇറക്കുന്ന സമയത്ത് കമ്പനിയുടെ ഉള്ളിലുള്ള യാതൊരു തരത്തിലുള്ള അസറ്റോ പിന്നെ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇങ്ങനെയുള്ള ഒരു അസറ്റും മോർഗേജ് ഒറ്റ കൊടുക്കാത്ത കാരണം കമ്പനിയെ സംബന്ധിച്ച് അതൊരു ഗുണമാണ്. എന്നുവെച്ച് നമ്മുടെ ഡിബഞ്ചറൊക്കെ ഇറക്കുന്ന സമയത്ത് സെക്യൂർഡ് ഡിബഞ്ചറൊക്കെ ആണെങ്കിൽ കമ്പനിയുടെ ഉള്ളിലുള്ള സാധന സാമഗ്രികൾ എന്ത് കൊടുക്കേണ്ടി വരും? അതിന് ഒരു സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ഡിവിഡൻഡ് ഫസ്റ്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ക്യാപിറ്റൽ ഫസ്റ്റ് വെൻ ദ കമ്പനി goes into winding up. Okay, third one,
കമ്പനി നീഡ് നോട്ട് ഗീവ് അസറ്റ് ആസ് എ കൊളാറ്ററൽ സെക്യൂരിറ്റി ഫോർ ഇഷ്യൂവിങ് പ്രിഫറൻസ് ഷെയർ. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് എ സ്റ്റേബിൾ ഡിവിഡൻറ്റ്. നെക്സ്റ്റ് പറയുന്നത് dividend to the preference shareholder is not a legal obligation, so the company can enjoy financial flexibility. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിൻ്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇറക്കിയാലുള്ള ഗുണങ്ങൾ. ഇനി അതിൻ്റെ ദോഷങ്ങളുണ്ട്. ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആസ് ദേ ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്, ദേ വിൽ നോട്ട് ഗെറ്റ് കൺട്രോൾ ഓഫ് ദ കമ്പനി. അതാണ് പ്രധാനപ്പെട്ട ഒരു ദോഷം. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്തതാണ് കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ കൺട്രോളൊന്നും കിട്ടില്ല. ഓക്കെ, പിന്നെ പ്രിഫറൻസ് ഷെയർസ് ഇൻ ഇന്ത്യ ആർ ക്യുമുലേറ്റീവ് ഇൻ നാച്ചർ. നമ്മൾ അറിഞ്ഞില്ലേ, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഇറക്കുന്നത്. സോ അതുകൊണ്ട് എന്തെങ്കിലും മുൻകാലങ്ങളിൽ ഡിവിഡൻറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ തടഞ്ഞു വെച്ചതൊക്കെ അതുകൂടി കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. അത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷനെ ബാധിക്കും. ഓക്കെ, അതുപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റ് എപ്പോഴും കൂടുതലായിരിക്കും, ആ കമ്പനിയെ അത് ബാധിക്കും. ഓക്കെ, അതുപോലെ പ്രിഫറൻസ് ഷെയറിന് മാർക്കറ്റിൽ ലിക്വിഡിറ്റി കുറവാണ്. ലിക്വിഡിറ്റി കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിറ്റ് മാറാൻ ബുദ്ധിമുട്ടാണ്. ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ചെറിയ ബുദ്ധിമുട്ട് വരുത്തും. ഓക്കെ, അതുപോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനേക്കാൾ കൂടുതൽ റിട്ടേൺ ആണ് ആർക്ക് കൊടുക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. സോ അതും കമ്പനിയെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം പ്രിഫറൻസ് ഷെയർസിൻ്റെ ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് വോട്ടിംഗ് റൈറ്റ് ഇല്ല ഇവർക്ക്. പിന്നെ ഇവർക്ക് കൊടുക്കുന്ന റിട്ടേൺ വളരെ കൂടുതലാണ്, അത് കമ്പനിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അരിയർ കൂടി കൊടുക്കേണ്ടി വരും, അത് കമ്പനിയെ ഫൈനാൻഷ്യൽ പൊസിഷനെ ബാധിക്കും. പിന്നെ അതുപോലെ അവരുടെ പ്രിഫറൻസ് ഷെയർസിന് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇല്ല, വിറ്റ് മാറാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അത് നമുക്ക് പ്രയാസകരമാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇക്വിറ്റി ഷെയർസിന് കൊടുക്കുന്ന ഡിവിഡൻറ്റിനേക്കാൾ കൂടുതൽ പല സമയത്തും ഈ പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കേണ്ടി വരും, അത് കമ്പനിയെ ബാധിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ദോഷങ്ങൾ. അപ്പോൾ ഗുണവും ദോഷവുമായി. നെക്സ്റ്റ് നമുക്കുള്ളത് പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? അപ്പോൾ ഒരു പേജിൽ രണ്ടായി മടക്കിയിട്ട് ഒരു സ്ഥലത്ത് ഇക്വിറ്റി ഷെയർ എന്ന് എഴുതും, മറ്റൊരു പ്രിഫറൻസ് ഷെയർ എന്ന് എഴുതും. ഞാനൊക്കെ പഠിക്കുമ്പോൾ ES എന്നും PS എന്നും എഴുതിയിരുന്നത്. ES എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ, PS എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ. എന്നിട്ട് ഇക്വിറ്റി ഷെയറിൽ എഴുതും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർസിൽ നമ്മൾ എന്താ എഴുതുക? ദേ ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. പ്രിഫറൻസ് ഷെയർസിൽ നമ്മൾ എഴുതും ദേ ആർ നോട്ട് ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഓക്കെ, പിന്നെ പ്രിഫറൻസ് ഷെയർസിൽ ഇക്വിറ്റി ഷെയറിൽ എഴുതും ദെയർ ഡിവിഡൻറ്റ് വിൽ വാരി ഫ്രം ഇയർ ടു ഇയർ. ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കും ഇവരുടെ ഡിവിഡൻറ്റ് ഇക്വിറ്റി ഷെയർസിൻ്റെ. പ്രിഫറൻസ് ഷെയർസിൽ എഴുതും സ്റ്റേബിൾ ഡിവിഡൻറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിവിഡൻറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്? അവർ ലാഭം ഉള്ളപ്പോൾ നല്ല ഡിവിഡൻറ്റ് അവർക്ക് കിട്ടും, നഷ്ടമാണെങ്കിൽ ഡിവിഡൻറ്റ് കിട്ടുമില്ല. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും സ്റ്റേബിളായിട്ടുള്ള ഡിവിഡൻറ്റ്. രണ്ടാമത്തെ വ്യത്യാസം. രണ്ട് വ്യത്യാസമായി. ഇനി മൂന്നാമത്തെ വ്യത്യാസം പറയുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രിഫറൻസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൽ എഴുതുക ദേ വിൽ ഗെറ്റ് ഹ്യൂജ് ഡിവിഡൻറ്റ് വെൻ ദ കമ്പനി ഗെറ്റ്സ് ഹൈ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് ഷെയറിൽ എഴുതുക ദേ വിൽ ഗെറ്റ് ദ പ്രീ ഡിറ്റർമിൻഡ് ഡിവിഡൻറ്റ്. മനസ്സിലായാലും അവർക്ക് ഹൈ ഒന്നും കിട്ടില്ല, മുൻകൂട്ടി നിശ്ചയിച്ച ഡിവിഡൻറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. ഓക്കെ, അതുപോലെ ഇക്വിറ്റി ഷെയർസിൽ എഴുതുക ദേ ഹാവ് വൈഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ മാനേജ്മെൻറ്റ്. പ്രിഫറൻസ് ഷെയർസിൽ എഴുതുക ദേ ഹാവ് ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ മാനേജ്മെൻറ്റ്. അല്ലേ, പറഞ്ഞില്ലേ, എല്ലാ കാര്യത്തിലും വോട്ടവകാശം ഉള്ളവരാണ് ഇക്വിറ്റി ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിന് ലിമിറ്റഡ് വോട്ടവകാശമേ ഉള്ളൂ. അവരുടെ ഈ അധികാരത്തിൽ ആരെങ്കിലും കൈകടത്തുമ്പോൾ അതിനെ തടയാനുള്ള അധികാരം മാത്രമേ ആർക്കുള്ളൂ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ, ഇക്വിറ്റി ഷെയർസിൻ്റെ വേറൊന്ന് എഴുതുക വ്യത്യാസം. ഇക്വിറ്റി ഷെയർസ് ആർ നോട്ട് റെഡീമബിൾ. പ്രിഫറൻസ് ഷെയർസിൽ എഴുതുക റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ റെഡീമബിൾ. കൃത്യമായിട്ട് എഴുതണം, കാരണം കമ്പനി പിരിച്ചു വിടുമ്പോഴേ ഇക്വിറ്റി ഷെയർ തിരിച്ചു കിട്ടുള്ളൂ. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ കമ്പനി പിരിച്ചു വിടുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ പണം തിരിച്ചു കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് പറയുന്നത്
പ്രിഫറൻസ് ഷെയർസിൽ എഴുതുക ദേ വിൽ ഗെറ്റ് ഡിവിഡൻറ്റ് ഫസ്റ്റ്, ഇക്വിറ്റി ഷെയർസിൽ എഴുതുക ദേ വിൽ ഗെറ്റ് ഡിവിഡൻറ്റ് ലാസ്റ്റ്. ഓക്കെ, അതുപോലെ പ്രിഫറൻസ് ഷെയർ ദേ വിൽ ഗെറ്റ് ദ ക്യാപിറ്റൽ ഫസ്റ്റ് വെൻ ദ കമ്പനി ഗോ ടു വൂണ്ട് അപ്പ്. മനസ്സിലായല്ലോ? ഇവിടെ എഴുതുക എന്ത്, ദേ വിൽ ഗെറ്റ് ക്യാപിറ്റൽ ലാസ്റ്റ് വെൻ ദ കമ്പനി ഗോസ് ടു വൂണ്ട് അപ്പ്. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. വേണമെങ്കിൽ ഒരു കാര്യം കൂടി എഴുതാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അരിയർ ഓഫ് ഡിവിഡൻറ്റ് കിട്ടും, മുൻകാലത്ത് തടഞ്ഞു വെച്ച ഡിവിഡൻറ്റൊക്കെ കിട്ടും. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റിൻ്റെ അരിയർ കിട്ടാനുള്ള അർഹതയില്ല. അത് വേറൊരു വ്യത്യാസം. മനസ്സിലായല്ലോ? അപ്പം ഇത്തരം വ്യത്യാസങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഫസ്റ്റ് എഴുതി എന്ത്, ദേ ആർ ഓണേഴ്സ്, ദേ ആർ നോട്ട് ഓണേഴ്സ്. ഓക്കെ, ഇങ്ങനെ വ്യത്യാസങ്ങൾ പറയും. ഇത് ഏതിലേക്ക് എഴുതണം നിങ്ങൾ ആലോചിക്കുക. their dividend will vary from year to year. മറ്റൊടുത്ത് എഴുതുക they will get a stable dividend. ആർക്ക്? പ്രിഫറൻസിന്. ഓക്കെ, പിന്നെ ഇക്വിറ്റി ഷെയർ എഴുതുക they have wider voting right. ഇവിടെ എഴുതുക they have lesser voting right. ഓക്കെ, പിന്നെ ഇക്വിറ്റി ഷെയർസിൽ എഴുതുക they will control the management of the company. ഇവിടെ എഴുതുക they cannot control the management of the company. മനസ്സിലായല്ലോ? പിന്നെ they will get the dividend first, they will get the dividend last, they will get the capital first, they will get the capital last. ഇങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങളാണ് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ളത്. ഓക്കെ.